2000 ഓഗസ്റ്റ് 30 മുതൽ 2023-24 കാലയളവിൽ 53,87,447 അപേക്ഷകൾ 2023-24 കാലയളവിൽ വരെ വിതരണം ചെയ്ത വായ്പാ തുക 2,72,8,300 ലക്ഷം. ഈ വായ്പ ഇനി ആർക്കൊക്കെ ലഭിക്കും? CGTMSEയിൽ 100% കൊളാറ്ററൽ രഹിതമാണോ? ഇതൊക്കെ നമ്മുടെ സംശയങ്ങളാണ്. ഇതിന് അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകൾ ആവശ്യമാണ്? എന്തുകൊണ്ടാണ് ഈ ലോൺ എടുക്കാൻ ആളുകൾ സ്വാഭാവികമായിട്ടും മടിക്കുന്നത്? എന്തുകൊണ്ടാണ് മിക്ക അപേക്ഷകളും നിരസിക്കപ്പെടും? നിരവധി പേർക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ബിസിനസ് ഐഡിയയുമുണ്ട്. പക്ഷേ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് കാശ് ആവശ്യമാണ്. കാശിന് വേണ്ടി നമ്മൾ ലോണിനായി അപേക്ഷിക്കുന്നു. പക്ഷെ ലോൺ എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് കൊളാട്രൽ. നമ്മൾ എന്തെങ്കിലും ഈടായി നൽകിയില്ലെങ്കിൽ നമുക്ക് ലോൺ ലഭിക്കില്ല. പക്ഷേ ഈട് നൽകാതെ തന്നെ 5 കോടി രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു സ്കീമാണ് CGTMSE. ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും വായ്പ നൽകുന്നുണ്ട്. വളരെ ലളിതമായ രീതിയിലൂടെ ഈ ലോണിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഫ്രീഡം ആപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായി ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പിൽ കോഴ്സ് മുഴുവനായി കാണൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഓഫ്ലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഓഫ്ലൈനായി അപേക്ഷിക്കാനുള്ള ഘട്ടങ്ങൾ: CGTMSE വായ്പകൾ നൽകുന്ന ഒരു ബാങ്കിന്റെയോ ധനകാര്യ സ്ഥാപനത്തിന്റെയോ അടുത്തുള്ള ശാഖ സന്ദർശിക്കുക. ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ CGTMSE വായ്പയ്ക്കുള്ള അപേക്ഷാ ഫോം വാങ്ങുക. ഈ ആപ്ലിക്കേഷൻ ഓരോ ബാങ്കിനും വ്യത്യസ്തമായിരിക്കും. ഒരു അപേക്ഷയിൽ എന്താണ് പൂരിപ്പിക്കേണ്ടതെന്ന് വിശദീകരിക്കാം. ആവശ്യമായ എല്ലാ വിശദാംശങ്ങളോടും കൂടി അപേക്ഷാ ഫോം പൂരിപ്പിക്കണം. തിരിച്ചറിയൽ കാർഡ്, വിലാസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബിസിനസ് പ്രൂഫ്, സാമ്പത്തിക പ്രസ്താവനകൾ തുടങ്ങി ആവശ്യമായ രേഖകൾ പൂരിപ്പിച്ച് അപേക്ഷാ ഫോമും രേഖകളും ബാങ്കിലോ ധനകാര്യ സ്ഥാപനത്തിലോ സമർപ്പിക്കുക. ഒരു ബാങ്കോ ധനകാര്യ സ്ഥാപനമോ നിങ്ങളുടെ അപേക്ഷ പ്രോസസ് ചെയ്യും. കൂടാതെ നിങ്ങളുടെ ക്രെഡിറ്റ് യോഗ്യത വിലയിരുത്തുന്നതിനായി ഒരു ബാങ്ക് മാനേജർ നിങ്ങളുടെ അഭിമുഖം നടത്തുകയും ചെയ്യും. ബാങ്ക് ഉദ്യോഗസ്ഥർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഈ മീറ്റിംഗ് ഒന്നിലധികം തവണ ഉണ്ടാകാം. നിങ്ങൾ ഈ ലോണിന് യോഗ്യനാണെന്ന് കണ്ടെത്തിയാൽ, അതായത് നിങ്ങളുടെ ലോൺ അപേക്ഷ അംഗീകരിച്ചാൽ, ബാങ്കോ ധനകാര്യ സ്ഥാപനമോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോൺ തുക വിതരണം ചെയ്യും. CGTMSE ലോണിന് ഓഫ്ലൈനായി അപേക്ഷിക്കുന്ന പ്രക്രിയ ബാങ്കിനെയോ ധനകാര്യ സ്ഥാപനത്തെയോ ആശ്രയിച്ച് വ്യത്യാസം വരാം. CGTMSE ലോണിന് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകളും നടപടിക്രമങ്ങളെയും കുറിച്ച് അറിയാൻ ബാങ്കുമായോ ധനകാര്യ സ്ഥാപനവുമായോ മുൻകൂട്ടി ബന്ധപ്പെടുക. ഓഫ്ലൈൻ അപേക്ഷാ ഫോം എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ കാണുന്നതാണ് CGTMSEയിലെ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് 5 സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു 7 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതിൽ നിങ്ങളുടെ സിഗ്നേച്ചറും വേണം. അതിനുശേഷം നമ്മൾ പോയി കഴിഞ്ഞാൽ നോക്കാം, നമുക്ക് താഴെ കാണാം ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് CGTMSE റെപ്രസെൻറ്റേറ്റീവ്. ഇതിൽ ഒരു ബോക്സ് പോലും നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വിടരുത്. അത് ആദ്യം അവർ എഴുതിയിട്ടുണ്ട് കുറച്ച് വാർണിംഗ് കാര്യങ്ങൾ. ആ കാര്യങ്ങളിൽ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇതിൽ നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ എല്ലാം തന്നെ സത്യസന്ധമായതായിരിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്ഷന് വരെ കാരണമാക്കും. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അതിൻ്റെയാണ് അവർ ആദ്യത്തെ 1, 2, 3 വാർണിംഗ്സിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഡീബാർഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺവിക്റ്റഡ് ആണോ, അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്നുള്ളത് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉൾപ്പെടുത്തണം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതുപോലെ തന്നെ ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എംപ്ലോയ്മെൻറ്റിൻ്റെ ട്രസ്റ്റിൽ നിന്ന്, അതായത് നിങ്ങൾ മുമ്പ് വർക്ക് ചെയ്ത ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 3 വാർണിംഗ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. CGTMSEയിലൂടെ എങ്ങനെ ഒരു വായ്പയ്ക്ക് അപേക്ഷിക്കാം എന്ന ഒരു ചാപ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം നിങ്ങൾക്ക് ധൈര്യമായി വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ അറിയില്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന വീഡിയോ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. നിങ്ങൾ ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അതിനുശേഷം നമ്മളൊരു ബോക്സ് കാണുന്നുണ്ട്. അപ്പോൾ ആ ബോക്സിൽ പെർട്ടിക്കുലേഴ്സ്, സർനെയിം, മിഡിൽ നെയിം, നെയിം. ഇപ്പോൾ നമ്മൾ സാധാരണ പാസ്പോർട്ടിലൊക്കെ ഫില്ല് ചെയ്യുന്നത് പോലെ തന്നെയാണ് സർനെയിം, മിഡിൽ നെയിം, നെയിം നിങ്ങൾ കൊടുക്കേണ്ടത്. എന്താണ് നിങ്ങളുടെ സർനെയിം? അവിടെ നിങ്ങൾ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ, ബ്ലോക്ക് ക്യാപിറ്റൽസിൽ വേണം ഇത് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ പേര്, മിഡിൽ നെയിം, സർനെയിം. ഇനി അതിനുശേഷം ആപ്ലിക്കൻ്റെ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കൻ്റെ ഇമെയിൽ ID നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ കാണുന്ന കോളത്തിൽ
പ്രസൻറ്റ് അഡ്രസ് ഇൻ ഫുൾ എന്നാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴുള്ള അഡ്രസ്സ് വിവരങ്ങളാണ് അതിൽ കൊടുക്കേണ്ടത്. അതിനുശേഷം ഹോം അഡ്രസ് ഇൻ ഫുൾ, അതായത് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ജനിച്ചത് ആ ഹോം അഡ്രസ്സ് അവിടെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിപ്പോൾ വില്ലേജ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലോ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി നമുക്ക് അതിനുശേഷം AB എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പോകേണ്ടത് നമുക്ക് ഓരോ കാര്യങ്ങൾ, അതായത് പെർട്ടിക്കുലേഴ്സ് ഓഫ് പ്ലേസസ് വിത്ത് പീരീഡ്സ് ഓഫ് റെസിഡൻസ്, അതായത് നമ്മൾ എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അതിലൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. വേർ യു ഹാവ് റിസൈഡഡ് ഫോർ മോർ ദാൻ എ ഇയർ, ഒരു വർഷത്തിൽ കൂടുതൽ നിങ്ങൾ അവിടെ താമസിച്ചിരിക്കണം. അതായത് 5 വർഷങ്ങൾക്കുള്ളിൽ ഈ ഒരു വർഷം നിങ്ങൾ ആ പെർട്ടിക്കുലർ സ്ഥലത്ത് താമസിച്ചിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഏത് മുതൽ ഏത് വരെയാണ് നിങ്ങൾ താമസിച്ചത് അതിൻ്റെ മന്ത് വൈസും ഇയർ വൈസും എഴുതുക. റെസിഡൻഷ്യൽ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ള കോളത്തിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന കോളത്തിൽ പേര്, അതുപോലെ അച്ഛൻ്റെ പേര്, അതുപോലെ നാഷണാലിറ്റി, പ്ലേസ് ഓഫ് ബർത്ത്, ഇനി ഒക്യുപ്പേഷൻ, നിങ്ങൾ എംപ്ലോയിഡ് ആണെങ്കിൽ ആ ഒക്യുപ്പേഷൻ്റെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക. ഇനി പോസ്റ്റൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെർമനൻറ്റ് ഹോം അഡ്രസ്സും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, മാരിഡ് ആണെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കണം. ഇനി നാഷണാലിറ്റിയിലേക്കാണ് വരുന്നത്. നാഷണാലിറ്റി എന്താണെന്നുള്ളത് എഴുതുക. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ മെൻഷൻ ചെയ്യുക, മന്ത്, ഡേറ്റ്, ഇയർ ഫോമാറ്റിൽ. ഇനി പ്ലേസ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ, ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ വസിക്കുന്നത്, അത് നിങ്ങളുടെ വാസസ്ഥലം എവിടെയാണ് എന്നുള്ളത്. ഇനി നമ്മൾ 9ാമത്തെ നമ്മൾ കോളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റിലീജിയൻ, നിങ്ങളുടെ റിലീജിയൻ എന്താണ്. ഇത് പെർട്ടിക്കുലർലി ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടോ എന്നറിയാനാണ്. ഷെഡ്യൂൾ കാസ്റ്റിലോ ഷെഡ്യൂൾ ട്രൈബിലോ OBCയിലോ വരെയാണെങ്കിൽ ആ റിസർവേഷനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ അത് റിലവൻറ്റ് സർട്ടിഫിക്കറ്റോട് കൂടി തന്നെ നിങ്ങൾ ഇത് അറ്റാച്ച് ചെയ്യുകയും വേണം. ഇനി അടുത്ത ചോദ്യം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെന്നോ, അവിടെയും നിങ്ങൾക്ക് റിസർവേഷൻ്റെ സാധ്യതകൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അത് കൊടുക്കുന്ന സമയത്തും റിലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി അതിനുശേഷം ചോദിക്കുന്നത് ആർ യു എക്സ് സർവീസ് മെൻ ആണ്. അതുകൊണ്ട് തന്നെ എക്സ് സർവീസ് മെന്നും അത്തരത്തിലുള്ള റിസർവേഷൻ അധികാരമുണ്ട്. അപ്പോൾ അത് യെസ് ഓർ നോ ആണെങ്കിൽ നിങ്ങളത് കൊടുക്കുക. ഇനി യെസ് ആണെങ്കിൽ നിങ്ങളതിനും റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി അതിനുശേഷം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 10ാമത്തെ കോളത്തിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്, ഏത് കോളേജിലാണ് പഠിച്ചത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പഠിച്ചത് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ നമുക്ക് 15ാമത്തെ വയസ്സ് മുതലുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സ്കൂളിൻ്റെ പേര്, യൂണിവേഴ്സിറ്റിയുടെ പേര്, ഡേറ്റ് ഓഫ് എൻട്രിങ്, ഡേറ്റ് ഓഫ് ലീവിങ്, എക്സാമിനേഷൻ പാസ്, അതുപോലെ പെർസെൻറ്റേജും ഗ്രേഡും ഉൾപ്പെടെ നമ്മൾ ഓരോന്നും ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ്, നിങ്ങൾ നിലവിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രീവിയസ് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇതിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡെസിഗ്നേഷൻ, എന്ത് ഡെസിഗ്നേഷനായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്തത്, എന്ത് പോസ്റ്റ് ആയിരുന്നു എന്നുള്ളതും എന്ത് ടൈപ്പ് ഓഫ് വർക്ക് ആണെന്നുള്ളതും നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതിനുശേഷം പീരീഡ് ആണ് വരുന്നത്. ഏത് പീരീഡ് മുതൽ ഏത് പീരീഡ് വരെയാണ് അവിടെ വർക്ക് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഫുൾ അഡ്രസ്സ്, ഓഫീസിൻ്റെ ആ വർക്ക് ചെയ്ത ഓഫീസിൻ്റെ ഫുൾ അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. ഇനി നിങ്ങൾ അവിടെ നിന്ന് മാറി അല്ലെങ്കിൽ ആ ജോലി വിട്ടു എങ്കിൽ എന്ത് റീസൺ ആണ് നിങ്ങൾ ആ ജോലി വിടാനുള്ള കാരണം എന്നുള്ളതും നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇനി 12ാമത്തെ കോളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെയും ഇതുപോലെ തന്നെയാണ്. നമ്മൾ യെസ് ഓർ നോ കോളമുണ്ട്. അപ്പോൾ പെർട്ടിക്കുലേഴ്സ് എന്താണെന്നുള്ളത് പെർട്ടിക്കുലേഴ്സ് നമ്മൾ എഴുതുക. അത് പ്രീവിയസ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ്. ഇനി പ്രീവിയസ് എംപ്ലോയ്മെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലോ അണ്ടർടേക്കിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺട്രോളുള്ള ഓട്ടോണോമസ് ബോഡിയോ ആണെങ്കിൽ അതും നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതിലും താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ സർവീസ് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ, നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാരണങ്ങളും നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി 13ാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഈ ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങൾ ഹാവ് യു ബീൻ അറസ്റ്റഡ്, എപ്പോഴെങ്കിലും ഏതെങ്കിലും നിയമപരമായ നടപടി നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കേസ് നിങ്ങളുടെ പേരിലുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ ഇപ്പോൾ നിങ്ങൾ പ്രതിയാണോ, അല്ലെങ്കിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാരണങ്ങളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷൻ അതോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ എന്തെങ്കിലും രീതിയിൽ ഒഫൻസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ഇനി ഇൻ കേസ് അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇൻ കേസ് ഇനി പെൻഡിങ് അഗെൻസ്റ്റ് യു ഇൻ കോർട്ട്, ലോ, യൂണിവേഴ്സിറ്റി, നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത ഫേമിലോ ഏതെങ്കിലും രീതിയിൽ കേസസ് നിലവിലുണ്ടെങ്കിൽ ആ കേസസ് ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യണം എന്നല്ലെങ്കിൽ യെസ് ഓർ നോ എന്നുള്ള കോളം നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി 14ാമത് നമ്മൾ നോക്കുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് 2 റെസ്പോൺസിബിൾ പേഴ്സൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെക്കുറിച്ചുള്ള റെഫറൻസിനായിട്ട്, റഫ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ 2 ഫസ്റ്റ് റെഫറൻസും കൊടുക്കുക, സെക്കൻഡ് റെഫറൻസും കൊടുക്കുക, അവരുടെ ഫുൾ റെസിഡൻഷ്യൽ അഡ്രസ്സും കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള റഫ് ചെക്കും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ സർട്ടിഫൈ ചെയ്യേണ്ടതാണ്. ഐ സർട്ടിഫൈ ദാറ്റ് ഫോർഗോയിങ് ഇൻഫർമേഷൻ ഇസ് കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ടു ദ ബെസ്റ്റ് ഓഫ്
ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ്. നിങ്ങൾ കൊടുക്കുന്ന ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യവും അത് സത്യവുമാണ് എന്നുള്ള ഒരു സാക്ഷ്യപത്രം. അപ്പോൾ നിങ്ങൾ വലത്തേ സൈഡിൽ കാണുന്നത് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്. അവിടെ നിങ്ങൾ സൈൻ ചെയ്യുക. ഡേറ്റ്, അപ്പോൾ ഏത് ഡേറ്റ് ആണ് നിങ്ങൾ ഇത് സൈൻ ചെയ്യുന്നത് ആ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യുക. ഏത് സ്ഥലത്ത് വെച്ചാണ് നിങ്ങളിത് സൈൻ ചെയ്യുന്നത് ആ സ്ഥലവും മെൻഷൻ ചെയ്യുക. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് മനസ്സിലായിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായ്പ നൽകുന്ന സ്ഥാപനത്തെ ആശ്രയിച്ച് ഈ ആപ്ലിക്കേഷൻ വ്യത്യാസപ്പെടാം. ഇനി ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. CGTMSE വായ്പകൾ വാഗ്ദാനം ചെയ്യുന്ന ബാങ്കിന്റെയോ ധനകാര്യ സ്ഥാപനത്തിന്റെയോ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ആക്സിസ് ബാങ്ക് വഴിയാണ് ഇവിടെ അപേക്ഷിക്കേണ്ടത്. ഇനി നമുക്ക് ആക്സിസ് ബാങ്ക് വഴി എങ്ങനെ ബിസിനസ് ലോണിനായിട്ട് അപേക്ഷ നൽകാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് സെർച്ച് ബാറിൽ നമ്മൾ ആക്സിസ് ബാങ്ക് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുക. ആക്സിസ് ബാങ്ക് സെർച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു ഹോം പേജാണ് വരുന്നത്. അപ്പോൾ ആ ഹോം പേജിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ലോണിനായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ഫോർ ലോൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. ആ സമയത്ത് വീണ്ടും ഒരു വിൻഡോ വരും. അതിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണോ അല്ലെങ്കിൽ പുതിയ ബാങ്ക് കസ്റ്റമർ ആണോ എന്നുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ല നിങ്ങൾ പുതിയ കസ്റ്റമർ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ കൊടുക്കുക. അതിൽ തന്നെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊളാറ്ററൽ ഫ്രീ ലോൺസ് എന്ന് എഴുതിയിട്ടുണ്ട്, ഫ്ലെക്സിബിൾ ടെന്യൂർ എന്ന് എഴുതിയിട്ടുണ്ട്, ഇൻസ്റ്റന്റ് ഡിജിറ്റൽ ഫുൾഫിൽമെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ CGTMSE വരുന്നത് കൊളാറ്ററൽ ഫ്രീ ലോൺ സെഗ്മെന്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കൊളാറ്ററൽ ഫ്രീ ലോൺസ് എന്നതിലാണ്. ഇനി നമുക്ക് ന്യൂ കസ്റ്റമറിൽ തന്നെ നമുക്ക് പോകാം. അപ്പോൾ അതിൽ നമ്മൾ നോക്കുക, അതിൽ ഐ എം നോട്ട് എ ആക്സിസ് ബാങ്ക് റെവൽ കസ്റ്റമർ അല്ലെങ്കിൽ പുതിയ കസ്റ്റമർ ആണെന്നുള്ള സ്ഥലത്താണ് നമ്മൾ കൊടുക്കുന്നത്, എക്സിസ്റ്റിംഗ് കസ്റ്റമർ അല്ല. അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പ്രൊസീജിയറിലേക്ക് വരികയാണ്. അവിടെ ഇൻഡിവിജ്വൽ ആണോ അതോ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ അതോ കോർപ്പറേറ്റ് ആണോ എന്നുള്ളതുണ്ട്. ഇനി ബോറോവറുടെ പാൻ എൻട്രി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോഗിൻ പ്രൊസീജിയേഴ്സിലാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏതാണ്, നിങ്ങൾ ഇൻഡിവിജ്വൽ ആണോ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആണോ എന്നുള്ളത് നോക്കുക. അതനുസരിച്ച് എൻറ്റർ ബോറോവർ എൻറ്റിറ്റി പാൻ, നിങ്ങളുടെ പാന് എൻറ്റർ ചെയ്യുക. അപ്പോൾ ഇൻവാലിഡ് ആയിട്ടുള്ള പാൻ നമ്പർ എൻറ്റർ ചെയ്യുക. പാൻ നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് ഓട്ടോമാറ്റിക്കലി ഇത് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. മൊബൈൽ നമ്പർ അടുത്തതായിട്ട് നമ്മൾ എൻറ്റർ ചെയ്യുക. മൊബൈൽ നമ്പറും എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് എൻറ്റർ ബോറോവേഴ്സ് നെയിമാണ് എൻറ്റർ ചെയ്യേണ്ടത്. ഒപ്പം ഇമെയിൽ ID നമ്മൾ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവാണ്. വെരിഫൈഡ് കണ്ടോ, വെരിഫൈഡ് എന്ന് പറഞ്ഞുള്ള ഇത് വന്നു. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അപ്പം വരുന്ന OTP നമ്പർ നമ്മളതിൽ എൻറ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ബൈ കണ്ടിന്യൂ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ശേഷമാണ് പോകുന്നത്. നോക്കുക, നമ്മൾ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിതെല്ലാം എഗ്രി ചെയ്തു എന്നുള്ള കാര്യമാണ്. നമുക്ക് ഒരു റിസീവ് കോൾ വേണോ അല്ലെങ്കിൽ SMS വേണോ വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ വേണോ എന്നുള്ളതും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. നമ്മൾ നേരെ വരുന്നത് എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണോ നോൺ ബാങ്കിങ് ആക്സിസ് ബാങ്ക് കസ്റ്റമർ ആണോ. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി എക്സിസ്റ്റിംഗും നോൺ ബാങ്കിങ്ങും അങ്ങനെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിലും ലോഗിൻ ചെയ്യാം. നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ആക്സിസ് ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ലോഗിൻ പ്രൊസീജിയറിലേക്ക് പോകാം. ഇനി നമ്മൾ ആക്സിസ് ബാങ്കിൽ കസ്റ്റമർ അല്ല, നമ്മൾ പുതിയൊരു കസ്റ്റമർ ആണെങ്കിലാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ലോഗിൻ പ്രൊസീജിയറിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ അത് നോക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആക്സിസ് ബാങ്കിൽ ഈ ഒരു ഫെസിലിറ്റി ഉണ്ട്. മറ്റെല്ലാ ബാങ്ക്സും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ലോണാണ്. ആ ബിസിനസ് ലോണ് CGTMSE വഴി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊളാറ്ററൽ ഫ്രീ ലോണാണ് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. CGTMSEയിലൂടെ എങ്ങനെ വായ്പയ്ക്ക് അപേക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണും. അതുപോലെ തന്നെ പ്രോജക്ട് റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാമെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. CGTMSEയിലൂടെ എങ്ങനെ വായ്പയ്ക്ക് അപേക്ഷിക്കാം എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ആരുടെ സഹായവും ഇല്ലാതെ നിങ്ങൾക്ക് വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് പൂർണ്ണമായി ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.